അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ, പ്രിയപ്പെട്ട മുക്കം ഉമർ ഫൈസി അടക്കമുള്ള മക്കളെ, ഒ പി അഷറഫ് അടക്കമുള്ള SKSF നേതാക്കളെ, സഹപ്രവർത്തകരെ, ഈ സദസ്സിന് ആശംസ അർപ്പിക്കാൻ ഒരവസരം എനിക്ക് കിട്ടിയത്. ഞാനിതിന് അർഹനല്ല, എനിക്കറിയാം. പക്ഷേ ചില അനുഭവങ്ങൾ പങ്കുവെക്കുക മാത്രമാണ്, പ്രസംഗിക്കാനല്ല ഞാൻ ശൈഖുന ഷംസുൽ ഉലമയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പല സ്ഥലങ്ങളും കേൾക്കാറുണ്ടായിരുന്നു. അത് ഒരു പുസ്തകം വായിച്ച് തീർന്നതുപോലുള്ള അനുഭൂതിയാണ് ശൈഖുനായുടെ പ്രസംഗം കേട്ടാൽ. ആയത്തും ഹദീത്തും ബെയ്ത്തും കൂടുതൽ പറഞ്ഞുകൊണ്ട് അല്ല. ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 1.5 മണിക്കൂർ ശൈഖുന 1.5 മണിക്കൂറോളം പ്രസംഗിച്ചൊരു പ്രസംഗം, ഒമിൻ ഷർരി ഹയാസിദിൻ ഇദാ ഹസദി എന്ന് പറയുന്നൊരു ചെറിയ ആയത്ത് മാത്രം ഓതിയിട്ട് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ നേരിൽ കാണാൻ അന്നൊന്നും അവസരം കിട്ടാറില്ല, അങ്ങനെ പോകാറുമില്ല. കാരണം ശൈഖുനാനെക്കുറിച്ച് നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്, ഒരു ഗർജിക്കുന്ന സിംഹം എന്നുള്ള രൂപത്തിലാണ് നമ്മളൊക്കെ അറിവ്. അങ്ങനെയാണ്. ഒരിക്കൽ ഗഫൂർ ദാരിമി ഉസ്താദ്, മുണ്ടക്കുളം ശംസുൽമാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആണ് ഇപ്പോൾ. അദ്ദേഹം നന്ദി ദാറുസലാമിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ മുത്തഅല്ലിമീങ്ങളും ഉസ്താദന്മാരൊക്കെ എൻ്റെ വീട്ടിലന്ന് വരാറുണ്ട്. അപ്പോൾ എന്നോട് ഗഫൂർ ദാരിമി ഉസ്താദ് വന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് കുട്ടിയാണ്, ചെറുപ്പമാണ്, എനിക്ക് 74 വയസ്സായിരുന്നു, ഗഫൂർ ദാരിമിക്ക് 50 ആയിട്ടുണ്ടാവുള്ളൂ. എന്നോട് പറഞ്ഞു, നിങ്ങളോട് ശൈഖുന ഷംസുൽ ഉലമ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ആളെ മാറിയതായിരിക്കും, വേറെ ഏതെങ്കിലും ബാപ്പു ഹാജി ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ലല്ല, നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ മുണ്ടക്കുളത്താണ്. മുണ്ടക്കുളത്ത് പിന്നെ ആരെ മോനാണ് ചോദിച്ചു. അപ്പോൾ ഞാൻ കോയ മുസ്ലിയാരുടെ മോനാണ്. ഗഫൂർ ദാരിമി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് അതൊക്കെ പറയാം, ഈ സ്റ്റേജിലുണ്ട്. ഞാൻ കോയ മുസ്ലിയാരുടെ മകനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബാപ്പാനെ എനിക്കറിയാം, ഈ മോനെ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് വീണ്ടും എന്നോട് അദ്ദേഹം പറഞ്ഞ് നമ്പർ തന്നു, വീട്ടിലെ വെള്ളിമാട് കുന്നിലെ വീട്ടിലെ നമ്പർ തന്നു. അങ്ങനെ ഞാൻ എന്തോ ആവശ്യത്തിന് അപ്പോൾ തന്നെ കൊണ്ടോട്ടി അങ്ങാടിയിൽ വെച്ചിട്ട് ഞാൻ ശൈഖുനാക്ക് ആ നമ്പറിൽ വിളിച്ച് ഷംസുൽ ഉലമൻ്റെ വീട് വേണ്ടി പോകുന്നു. ഞാൻ ഗൾഫിൽ പോയി വരുന്ന ഒന്നൊരു സാഹചര്യത്തിലാണ്. പൊതുരംഗത്തൊക്കെ ഉണ്ടെങ്കിലും ഭാരവാഹിത്വമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരുമില്ല, ഞാനും എൻ്റെ ഡ്രൈവറും. അങ്ങനെ ചെന്നപ്പോൾ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച്, ഗൾഫിലെ കാര്യം, അറബിയുടെ സ്വഭാവങ്ങളും ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എന്നോട് ശൈഖുന വരാൻ പറഞ്ഞ ഉദ്ദേശം, അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ വരാൻ പറഞ്ഞത് പിന്നെ ഒരു കുത്തുബഖാന ഉണ്ടാക്കാൻ. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം ഇവിടെ തങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലേക്ക് നമുക്ക് എത്തണമല്ലോ, ഇവിടെ സമയം വളരെ കുറവാണ്. ഏതായാലും അതിനെപ്പറ്റി എന്നോട് പറഞ്ഞു, എനിക്ക് ഹലാലായ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, അതിന് ഞാൻ 4 പേരെ ഉദ്ദേശിക്കുന്നുണ്ട്, ഒന്ന് ബാപ്പുവിനെയാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് എത്ര ഞാൻ തരേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പൈസ കൊടുക്കാൻ വേണ്ടി എത്രയെന്ന് ചോദിക്കാൻ വേണ്ടി പിന്നെ പല പ്രാവശ്യം, എനിക്കൊരു കിട്ടിയ ചാൻസ് വേണമല്ലോ, ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് വീട്ടിൽ. അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഇവിടെ വിശദീകരിക്കുന്നില്ല, കാരണം സമയം നീണ്ടു പോകും. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നത്. തങ്ങളും ഞാനുമായിട്ട് വളരെ മുമ്പേ പരിചയമുണ്ട്. റിയാദിൽ ബിസിനസ്സൊക്കെ ഉള്ള സമയത്ത് തങ്ങൾ വലിയ ബിസിനസ്സുകാരനായിരുന്നു അവിടെ. അന്ന് ഞങ്ങൾ നേരിട്ട് പരിചയമുണ്ട്. അങ്ങനെ തങ്ങളവിടെ വിസയൊക്കെ ഒഴിവാക്കി വന്നതിന് ശേഷം എന്നോട് തങ്ങൾ പറഞ്ഞിരുന്നു, എനിക്ക് അന്ന് കടമേരി കോളേജിലാണ് തങ്ങളുള്ളത്, എനിക്ക് ഇവിടെ നിൽക്കാൻ ഗൾഫിലേക്ക് പോരണം, ബാപ്പു എനിക്കൊരു വിസ വേണം. അപ്പോൾ ഞാനത് വലിയ ഊറ്റത്തോടു കൂടി തന്നെ 5-6 മാസം കഴിഞ്ഞപ്പോഴേക്ക് തങ്ങൾക്ക് വിസയായിട്ട് വന്ന് തങ്ങളെ ഇവിടെ വരാൻ പറഞ്ഞ് തങ്ങളെൻ്റെ വീട്ടിൽ വന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മെഡിക്കൽ കഴിച്ചോളി, എൻ്റെ പേപ്പറൊക്കെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞപ്പം തങ്ങൾ പറഞ്ഞു, ബാപ്പു ഞാനിപ്പോൾ നന്ദിയിലാണുള്ളത്, അതുകൊണ്ട് ശൈഖുന ഷംസുൽ ഉലമയോട് ചോദിച്ചിട്ട് വരാറിഞ്ഞു. അപ്പോൾ ഞാൻ മെഡിക്കൽ കഴിച്ചിട്ട് പോരല്ലേ, പോകുമ്പോൾ പറഞ്ഞാൽ പോലെ അല്ലല്ല, ഷെയ്ഖിനോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ തങ്ങൾ
പോയി. പിറ്റേന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, ബാപ്പു ഷെയ്ഖുന പോകണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ഫ്രീ വിസ, തങ്ങൾക്കെന്ന് അവിടുത്തെ ടോപ്പ് ശമ്പളം കിട്ടും, ബിസിനസ്സിൽ നല്ല പരിചയമാണ്, തങ്ങളെ കൊണ്ടുപോയി എനിക്കും വലിയ നേട്ടമാണ്. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ വിസ ചെയ്ത് വന്നത്. ഷെയ്ഖുന പോകണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ നിവൃത്തിച്ചല്ലേ, ഷെയ്ഖുന പോകണ്ടെന്ന് പറഞ്ഞാൽ തങ്ങൾ ആര് പറഞ്ഞാലും തങ്ങൾ തീരുമാനത്തെ തങ്ങളെ പിന്തിരിയില്ല. തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്, എനിക്കറിയാം. പക്ഷേ ഷെയ്ഖുന ഷംസുലമ്മ പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അതൊരു കൊച്ചുകുട്ടിയോട് ഉസ്താദ് പറയുന്നത് പോലെ അനുസരിക്കുകയാണ്. ഓക്കങ്ങ് നിർത്തിവെച്ചു. അങ്ങനെയാണ് പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഷെയ്ഖുന തങ്ങൾക്ക് വീടുണ്ടാക്കാനൊക്കെ ഉള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കി. അതും ഷെയ്ഖുനാനോട് പോയി സമ്മതം ചോദിച്ച്, ഇങ്ങനെ അവിടെ നാട്ടിൽ ഇങ്ങനെ സ്ഥലത്ത് ഞാൻ വീട് ഉണ്ടാക്കാൻ സ്ഥലം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് തന്നെ. ഷെയ്ഖുന തന്നെ പറഞ്ഞു അവിടെ വീടുണ്ടാക്കിക്കോ. തങ്ങൾ പറഞ്ഞു, ഒരു സംഖ്യ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു പോയിട്ട് വീടിൻ്റെ പണി തുടങ്ങാൻ. അങ്ങനെ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി. വീടിൻ്റെ കുടിയിരിക്കലിന് ഷെയ്ഖുനാക്ക് വരാൻ കഴിയാഞ്ഞിട്ട് ബഹുമാനപ്പെട്ട MT ഉസ്താദിനെയാണ് പറഞ്ഞയച്ചത്. അന്ന് രാത്രി MT ഉസ്താദ് എൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതും കുറേ പറയാനുണ്ട്. MT ഉസ്താദിന് ഒരു ദിവസം പോയിട്ട് ഒരു കഥ എനിക്ക് കുറേ പറയാനുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അന്ന് സുബഹിൻ്റെ മുമ്പ്, സുബഹി ആകുന്നത് വരെ അവിടെ എൻ്റെ വീട്ടിൽ രാത്രി എനിക്ക് ചൂട്ട് വേണം, പള്ളിക്കൽ പോയിട്ട് കിടക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു ഉസ്താദ്. അപ്പോൾ ഇന്ന് നേരം വിളിക്കുന്നവരെ എൻ്റെ വീട് ഉസ്താദിന് തന്നിട്ടുണ്ട്, നാളെ സൗകര്യം ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഉസ്താദ് അവിടെ കിടന്ന് അങ്ങനെ ഒക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ 6 കൊല്ലത്തോളം ഷെയ്ഖുന ഷംസുലുമ്മയുടെ കൂടെ നന്ദിയിൽ മുദരിസായൊക്കെ നിന്ന് സംശയ നിവാരണങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഷെയ്ഖുനാനെ പറ്റി തങ്ങൾ വരുമ്പോൾ പലതും പറയാനുണ്ടാവും. അങ്ങനെ ഒരു കുറ്റമറ്റൊരു ഊതിക്കാശിയ പൊന്നുപോലെ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങളുടെ ഷെയ്ഖുന വാർത്തെടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെ അവസാനം എന്നോടൊരു തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ബാപ്പു ഷെയ്ഖുന നിങ്ങളോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതിൻ്റെ മുമ്പ് ഒരുപാട് കഥകളുണ്ടാകുന്നു, അപ്പോൾ ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാര്യമായിട്ട്. അന്ന് ഷെയ്ഖുനാക്ക് പല രോഗങ്ങളും പിടികൂടിയ സന്ദർഭത്തിലാണ്, കേൾവി കുറവുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, തങ്ങളും പോരി ഞങ്ങളും പോരി, തങ്ങളും പോരി ഞങ്ങളും പോരി, നമ്മൾ ഒരുമിച്ച് പോകാം. അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് പോരാൻ പറ്റില്ല, ഞാൻ എൻ്റെ ബാപ്പാക്ക് കഴിഞ്ഞ ആഴ്ച പോയിട്ടില്ല ബാപ്പാൻ്റെ അടുത്ത്. ബാപ്പയുടെ വെടിമുക്ക് അടുത്താണ്, അവിടെ എനിക്ക് ബാപ്പാനെ കാണാൻ പോകണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ബാപ്പാനെ എനിക്കും വേണം കാണാൻ, ഞാൻ വാപ്പിയായിട്ട് വലിയ ബന്ധമാണ്, തങ്ങളുടെ വാപ്പിയായിട്ട് വലിയ ബന്ധമായിരുന്നു, എനിക്കും വേണം കാണാൻ, നമുക്ക് അവിടുന്ന് നേരെ വാപ്പാനത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ ഞാൻ തങ്ങളെ നിർബന്ധിച്ച് കയറ്റി. അങ്ങനെ ഷെയ്ഖുന എൻ്റെ വീട്ടിൽ വെളിമാട് കുന്ന് വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ തങ്ങൾ സലാം പറഞ്ഞ് സലാം മടക്കിക്കൊണ്ട് ഷെയ്ഖുന ചോദിച്ചപ്പോൾ കുറച്ച് മുമ്പ് പോകുന്നതാണല്ലോ അവിടുന്ന്, തങ്ങൾ പോയിട്ടില്ലായിരുന്നോ ചോദിച്ചു. ഞാൻ പോയിരുന്നു, ബാപ്പുവിനോട് നിങ്ങൾ വരാൻ പറഞ്ഞല്ലോ, അപ്പോൾ ബാപ്പു എന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നതാണ്. ആ ബാപ്പു വന്നു. അന്ന് ഷെയ്ഖുനാടക്ക് കാഴ്ച കുറവുണ്ട്, പക്ഷെ അത് അറിയിക്കാറില്ല. അങ്ങനെ പിന്നെ കാര്യങ്ങളൊക്കെ കുറേ വർത്താനൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്നോട് ചെല്ലാൻ പറഞ്ഞ കാര്യം ഷെയ്ഖുന പറയുന്നില്ല, തങ്ങൾ കൂടെ ഉള്ളതായിരിക്കും എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആ ചാരസാറിൻ്റെ അടുത്ത് പോയി അവിടെ ഇരുന്ന്, നിലത്തവിടെ ഇരുന്ന് പടിഞ്ഞിരുന്ന് കുമ്പിട്ടീനോടെ ഇരുന്ന് ഞാൻ ചോദിച്ചു എന്നോട് എന്തിനാണ് വരാൻ പറഞ്ഞത്. അപ്പോൾ ഷെയ്ഖുന പറഞ്ഞു ഞാൻ ബാപ്പുവിനോട് വരാൻ പറഞ്ഞത്, തങ്ങൾ ബാപ്പുവിൻ്റെ നാട്ടിലാണ് താമസിക്കുന്നത്, തങ്ങളുടെ കുടുംബങ്ങളൊന്നും അവിടെ ഇല്ല, അതുകൊണ്ട് തങ്ങൾക്ക് അവിടെ പ്രയാസങ്ങളൊന്നും വരാൻ പാടില്ല, തങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല, അത് ബാപ്പു ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുമല്ലോ, എനിക്കറിയാം, ഞാൻ എൻ്റെ കടമ നിർവഹിക്കുകയാണ്, ഇതെല്ലാം ഇവിടെ കൊണ്ടു നടക്കാൻ തങ്ങളെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുലുമ്മ എന്നോട് പറയുകയാണ്. ഈ ഏയാങ്കുലിയായ എന്നോടാണിത് പറയുന്നത്. ഇതെല്ലാം ഇവിടെ കൊണ്ടു നടക്കാൻ തങ്ങളെ നമുക്ക് ആവശ്യമുണ്ടെന്ന് ആവർത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ എന്നോട് കഴിയുന്നതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ തങ്ങൾ അടുത്തുണ്ട്, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, തങ്ങൾ കേൾക്കുന്നുണ്ടതൊക്കെ. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ്റെ കൈ ചുംബിക്കാൻ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചതാണ് പോയപ്പോഴൊക്കെ, പക്ഷെ അതിന് ഞാൻ ഈ ധൈര്യം കാണിച്ചില്ല. അന്ന് ഞാൻ ഷെയ്ഖുനാനെ ഇരുന്ന് കൊണ്ട് കൈ പിടിച്ചു, അപ്പോൾ എനിക്ക് കൈ വെച്ച് തന്നു, ഞാൻ വിളിച്ച് ചുംബിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, അതൊന്നും മുമ്പ് പറയാത്തതാ. അപ്പം എന്നോട് പറഞ്ഞത് ഞാൻ ഖാസായി എടുത്തിൻ്റെ വാപ്പ് എന്നോട് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങനെ ഞാൻ പോകുന്നു, ഞാനും തങ്ങളോട് പോകുന്നു. പല അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നു. അതിൻ്റെ 27ാമത്തെ ദിവസം ഷെയ്ഖുന വഫാത്താവുകയാണ്. 27ാമത്തെ ദിവസമാണ് ഷെയ്ഖുനാൻ്റെ വഫാത്ത്. അങ്ങനെ ഞാൻ പിന്നെ താമസിയാതെ തന്നെ ഗൾഫിലേക്ക് തിരിച്ചു പോയി. എനിക്ക് അന്ന് ആ പോക്കിൽ പല അനർത്ഥങ്ങളുണ്ടായി, പല ബുദ്ധിമുട്ടുകളും ആ പോക്കിൽ എനിക്ക് അനുഭവപ്പെട്ടെന്ന് മാത്രമല്ല, എൻ്റെ സ്ഥാപനങ്ങളൊക്കെ കഫീൽ പിടിച്ചെടുത്ത്, അറബി പിടിച്ചെടുത്ത് 2 മാസത്തോളം ഞാൻ ഒന്നുമല്ലാതെ നിന്നവിടെ. പഠിക്കാനും ഒന്നുമില്ല, സ്ഥാപനങ്ങളില്ല, താമസിക്കാൻ റൂം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഉള്ളൊരു വിഷമം എനിക്ക് അവിടെ ഉണ്ടായി. അപ്പോൾ ഒരു ദിവസം ഞാൻ രാത്രിയിൽ ഉറക്കം വരാതെ കിടന്നപ്പോൾ ഞാൻ ഷെയ്ഖുനാനോട് നേരിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ കാര്യം അങ്ങ് ഹാസായി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഇതിലേറെ എന്താ വരാനുള്ളത് എന്നുള്ള രൂപത്തിൽ അത് ശിർക്കാണോ വിദേഹത്താണോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം. ഞാൻ രാത്രിയിൽ അങ്ങനെ ഇത് ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. രാവിലെ ഒരു അറബി, എൻ്റെ സ്നേഹിതൻ അറബി വന്നിട്ട് എന്നെ വിളിച്ചുണർത്തി. സുബൈൻ്റെ ദിവസം ഒന്നുകൂടി ഞാൻ കിടക്കലുണ്ട്, 8 മണിയോളം ആയിക്കഴിഞ്ഞു. എന്നെ വന്ന് വിളിച്ചുണർത്തിയിട്ട് എന്നോട് പറഞ്ഞു, മുഹമ്മദ് താൽ അബുവാലി എന്നെ വിളിക്കുന്നുണ്ട്, അബുവാലി ഇന്നെൻ്റെ കഫീല. അന്ന് രാവിലെയാണിത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അബുവാലിനെ കാണണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ദേഷ്യത്തിലാണ് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, സബൂർ യാഹി താൽ മായി, എൻ്റെ പാൻറ്റും ഷർട്ടൊക്കെ എടുത്തിട്ട് അവൻ തന്നെ ഇടിച്ചാണ് സൗകര്യമൊക്കെ ചെയ്ത് വണ്ടി കയറ്റി എന്നെ കൊണ്ടുപോയി. അപ്പോൾ എന്നെ കഫീലിൻ്റെ പരവാരങ്ങൾ കാത്തിരിക്കുകയാണ്. വലിയ സ്ഥാപനമുണ്ട് അവിടെ, അതിനൊക്കെ അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ സന്ദർഭത്തിൽ കഫീൽ എന്നെ ആലിംഗനം ചെയ്തു. ഞങ്ങൾ 2 മാസം മുമ്പ് തെറ്റിപ്പിരിഞ്ഞതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മുഹമ്മദ് പുതിയ ജദീദ് ഇത്തിഫാക്ക് ഉണ്ടാക്കണം, കട എനിക്ക് തിരിച്ചു തരാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ജദീദ് ഇത്തിഫാക്കൊന്നും വേണ്ട, ഇത് ഞാൻ വെയിറ്റ് ഇത്തിഫാക്ക് ഒരു ഗദീം ഇത്തിഫാക്ക് ഉണ്ടല്ലോ അത് മതി. അത് ഞാൻ തെറ്റിച്ചിട്ടില്ല അറിഞ്ഞപ്പം മറ്റേ കൂടുതൽ അറബി ചക്കനോട് പറഞ്ഞ് മുഹമ്മദ് സബൂർ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അറബി സംസാരിക്കുന്ന അകത്ത് പോയിട്ട് ആ മേശ തുറന്നിട്ട് ആ ചാവി, കടൻ്റെ ചാവി ഇതിൻ്റെ കയ്യിൽ കൊടുത്തരാം. അങ്ങനെ ഞാൻ കട തുറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ വാർത്തകൾ അറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കടയിൽ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കട തുറന്നപ്പം അവിടെ ലാൻഡ് ഫോണ് ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനുജൻ അബൂബക്കർ ഫൈസി, അപ്പം പെരിങ്ങത്തൂർ മുദരിസായിരുന്നു 30 കൊല്ലത്തോളം, 29 കൊല്ലം. അവൻ എനിക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ ഫൈസി അബൂബക്കർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഫോണെടുത്ത്, ബാപ്പുവിന് ഹൈറായ എന്തെങ്കിലും വാർത്ത ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കട തുറക്കുകയാണ്, കട തിരിച്ച് കിട്ടിയിട്ടുണ്ട്, ബാക്കി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ച് പറയാം. ആളുകളൊക്കെ മിസ്രി, പാകിസ്ഥാനി, ഇന്ത്യക്കാരൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നീട് വിളിച്ച് പറയാറുണ്ട്. ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് അവനെടുത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു, തങ്ങളുടെ ഉസ്താദ് എന്നോട് പറഞ്ഞതാണ് ബാപ്പുവിന് പിടിക്കാൻ, എന്തോ ഒരു ഹൈറിൻ്റെ വഴി ബാപ്പുവിന് എത്തിയിട്ടുണ്ട് എന്നെനിക്ക് സൂചനയുണ്ട്, അതുകൊണ്ട് ബാപ്പുവിന് പിടിക്കണം. തങ്ങളുടെ ഉസ്താദ് പറഞ്ഞത്, ഷെയ്ഖുന ഷംസുൽ ഒരു വടിയുമായിട്ട് നടക്കുന്നുണ്ട്, അതിൻ്റെ മുന്നിൽ ബാപ്പുവിൻ്റെ കഫീലുമുണ്ട്, അത് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു എന്ന്. എൻ്റെ അനുജൻ അബൂബക്കർ ഫൈസിയാണ്, അവനോട് പോയി ചോദിച്ചാൽ അറിയാം. അവൻ പെരുങ്ങത്തൂർ ഇപ്പം നന്ദിയിൽ മുദരീസാണ്. അപ്പോൾ ഇത് പറഞ്ഞ് അബൂബക്കർ എന്നോട് ഞാൻ ഈ ചോദിച്ചപ്പോൾ അവൻ എന്നോട് തങ്ങൾ പറഞ്ഞ് വിവരം പറഞ്ഞു. അപ്പോൾ ഈ കാര്യം പൂർത്തിയാക്കാൻ വേണ്ടി അതാണ് ഷെയ്ഖുന ഷംസുൽ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഉള്ളിലൊരു മുത്തുണ്ട് എന്ന് ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഷെയ്ഖുന ഷംസുൽമക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾക്ക് ആർക്കും അത് സാധിച്ചില്ല. അഭിമന്യനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തൻ്റെ മുഷാവറയിലില്ല, സമസ്തയുടെ ഒരു മെമ്പർ പോലും അല്ല ആ കാലഘട്ടത്തിൽ. തങ്ങൾ നന്ദിയിലൊരു മുദരിസ് മാത്രമാണ്. അന്ന് ഇതെല്ലാം ഇവിടെ കൊണ്ടു നടക്കാൻ തങ്ങളെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽമ പറയുകയാണ്. അപ്പോൾ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഉള്ളിൽ ഒരു മുത്തുണ്ട് എന്ന് അന്ന് ഷെയ്ഖുന ഷംസുൽമക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണല്ലോ ഷംസുൽമയുടെ ഏറ്റവും വലിയ കറാമത്ത്. വേറൊരുപാട് കറാമത്തുകളും അനുഭവങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. ഞാനതിന് ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല, ഇവിടെ അതിന് പറ്റിയ സമയവുമല്ല എന്ന് എനിക്കറിയാം. ആയതുകൊണ്ട്
ഈ കാര്യങ്ങളിൽ എൻ്റെ പ്രവർത്തകർ പങ്കുവെക്കണം. കാരണം എനിക്ക് 74 വയസ്സായി. ഇനി ഞാൻ എൻ്റെ കാലം കഴിഞ്ഞാലും ഇത് ഷെയ്ഖുന ശംസുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നതാണ്. വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലൊരു സ്വഭാവം തങ്ങൾക്ക് പല സന്ദർഭത്തിലും സംസാരത്തിലൊക്കെ വിഷമമുണ്ടാകുന്നുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയും പാപ്പു അള്ളുണ്ട്, ബേജാറൊന്നുമില്ല, അള്ളുണ്ട് എന്ന്. ആ രൂപത്തിലാണ് ഇപ്പോൾ തങ്ങൾക്ക് സമസ്ത കേരള ജമിയത്തുലമയെ കുറ്റമറ്റ രീതിയിൽ കൊണ്ടു നടക്കാനുള്ള എല്ലാ കഴിവുകളും സർവശക്തനായ റബ്ബ് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.